ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് ബ്രെഡ് പോക്കറ്റാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. എക്സ്പെഷ്യലി കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അതിനു മുമ്പായി എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ബ്രെഡ് കൂട്ടിയിട്ടാണ് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈക്വലായിട്ട് എടുക്കണം കേട്ടോ. ബ്രെഡ് ക്രംബ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ്, 1 കപ്പ് ഈത്തപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, 2 ബനാന, 1 മുറി തേങ്ങ, കോഴിമുട്ട, പഞ്ചസാരയും ഏലക്കായും കൂട്ടി പൊടിച്ചത്, കുറച്ച് കൊക്കോ ക്രീം. ഇവിടെ 2 മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗീ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഒരു യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമുക്കിതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയും ഈന്തപ്പഴമൊക്കെ നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്കായയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ വേണ്ടവർക്ക് ഏലക്കായ മാത്രം ചേർത്താൽ മതി. പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ മിക്സിലേക്ക് നമുക്കൊരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇത് ചേർക്കണമെന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു 2-2.5 ടീസ്പൂൺ നമ്മൾ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്കാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ 2 ബ്രെഡ് എടുത്തിട്ട് അത് ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ നടുകിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 8 ബ്രെഡും ഇതുപോലെ നടുകൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് 2 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംബിലൊന്ന് കോട്ട് ചെയ്ത ശേഷം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് മാത്രമായതുകൊണ്ട്, ബ്രെഡും എഗ്ഗും മാത്രമായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഓരോന്നായിട്ടോ 2 എണ്ണമായിട്ടോ ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് പോക്കറ്റ് റെഡിയായി കിട്ടും. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നിറച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ രീതിയിൽ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അത് പ്രസ് ചെയ്തിട്ട് നടുകിൽ പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് പോർഷൻസൊക്കെ വേസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട് ബ്രെഡിൻ്റെ. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ബ്രെഡ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേസ്റ്റായി പോകത്തൊന്നുമില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക വേണേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ ബൈ.